14.2 കിലോഗ്രാമാണ് വീട്ടിലെത്തുന്ന ചുവന്ന കുറ്റിയിലെ പാചകവാതകത്തിന്റെ അളവ്. അച്ഛനും അമ്മയും മുതിർന്ന 2 കുട്ടികളുമുള്ള ഒരു വീടിന് മാസം ശരാശരി 11 കിലോഗ്രാം ഗ്യാസ് വേണം. അതായത് ഒരു സിലിണ്ടർ എടുത്താൽ ഒരു മാസവും കഷ്ടിപിഷ്ടി ഒരാഴ്ചയും കൂടി ഓടും. 2026 തുടക്കത്തിൽ കേരളത്തിൽ ഒരു ഗാർഹിക സിലിണ്ടറിന്റെ വില 900 രൂപ മുതൽ 950 രൂപ വരെയാണ്. സബ്സിഡി ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു, കുറേ കാലമായി അതാരും കണ്ടിട്ടില്ല. ഇങ്ങനെ നോക്കിയാൽ പ്രതിമാസം ഒരു സിലിണ്ടർ ഗ്യാസ് ഉപയോഗിക്കുന്ന കുടുംബത്തിന് പാചക ഇന്ധനത്തിനായി മാത്രം വർഷത്തിൽ 11,000 രൂപ മുതൽ 11,400 രൂപ വരെ വേണം. ഇനി ഈ കണക്കെല്ലാം മാറി മറിയുന്നൊരു സമയമുണ്ട്. കേരളം വിരുന്നുകളുടെയും ഉത്സവങ്ങളുടെയും നാടാണ്. ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ചെറിയ പെരുന്നാളിനും എല്ലാം കേരളത്തിലെ അടുക്കളകൾ ഓവർ ടൈം പ്രവർത്തിക്കും. ആഴ്ചയിൽ ഒരു വിരുന്നുകാരെങ്കിലും ഇല്ലാത്ത വീടില്ല. അപ്പോഴാണ് ഗ്യാസിന്റെ കണക്ക് തെറ്റുന്നത്, ചെലവ് കൂടുന്നത്. അത് മാത്രമല്ല, ഇനി വരുന്ന കാലം അത്ര എളുപ്പവുമല്ല. പശ്ചിമേഷ്യയിലെ യുദ്ധം അടുത്ത കാലത്ത് തീരുന്ന ഒന്നല്ല. വിദഗ്ധർ പറയുന്നത് സിലിണ്ടർ ഒന്നിന് 2,000 രൂപയാകുന്ന കാലമാണ് വരാനിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഒന്ന് തയ്യാറെടുക്കണം. അതിന് കൊള്ളാവുന്നൊരു ബദൽ വേണം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഇത്രകാലം ചോറ് തന്ന LPG എന്നോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഗ്യാസ് കുറ്റിയെ അവനേക്കാൾ കൊള്ളാവുന്നൊരു എതിരാളിയുമായി ഇന്ന് നമ്മൾ താരതമ്യം ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രിക് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഇലക്ട്രിക് പാചക രീതിയുമായുള്ള താരതമ്യം. അതിനാദ്യം ലോകത്തിൽ സംഭവിച്ച ഇലക്ട്രിക് പാചക വിപ്ലവത്തെക്കുറിച്ച് അറിയണം. കേരളത്തിലെ വീട്ടമ്മമാർക്ക് എന്തുകൊണ്ടാണ് ആ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ തോന്നാതിരുന്നത് എന്നെല്ലാം അറിയണം. അമേരിക്കയിൽ 68% വീടുകളിലും കറണ്ടിലാണ് പാചകം. അതായത് ഏതാണ്ട് 2/3 വീടുകളും ഇലക്ട്രിസിറ്റി അല്ലാതെ കുക്കിങ്ങിന് മറ്റൊരു ഓപ്ഷൻ വയ്ക്കുന്നില്ല. ബാക്കിയുള്ളതിൽ 13% അമേരിക്കൻ വീടുകളിലും ഇലക്ട്രിക്കാണ് പാചകമെങ്കിലും അടിയന്തര സാഹചര്യം നേരിടാൻ അല്പം വിറകും ഗ്യാസ് കണക്ഷനും ഉണ്ടാകും. അമേരിക്കയിൽ 70% ജനവാസ പ്രദേശത്തും ഗ്യാസ് പൈപ്പ് ലൈൻ കവറേജ് ഉള്ളപ്പോഴാണിത്. സിലിണ്ടർ വരുന്നത് കാത്തിരിക്കേണ്ട. വാട്ടർ കണക്ഷൻ എടുക്കും പോലെ മീറ്റർ വെച്ച് ഗ്യാസ് ഉപയോഗിച്ചാൽ മതി. എന്നാലും അമേരിക്കയ്ക്ക് പ്രിയം ഇലക്ട്രിക് കുക്കിംഗ് ആണ്. ബ്രിട്ടനിൽ 49% വീടുകളിലും പ്രധാന കുക്കിംഗ് മാധ്യമം ഇലക്ട്രിക്കാണ്. ജർമ്മനിയിൽ 74% വീടുകളും കറണ്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. സ്വീഡനാണ് കൂട്ടത്തിലെ അത്ഭുതം. അവിടെ 90% വീടുകളും കുക്കിംഗ് ഗ്യാസ് ഉപയോഗിക്കുന്നില്ല, ഇലക്ട്രിക് പാചകമാണ്. സിംഗപ്പൂരിൽ 65% കുടുംബങ്ങളും, ജപ്പാനിൽ 45%വും, ചൈനയിൽ 35%വും ഇലക്ട്രിക് കുക്ക് ടോപ്പുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പിന്നെ എന്തേ ആഗോള നിലവാരത്തിൽ ജീവിക്കുന്ന മലയാളി വിപ്ലവത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു? ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് അരിച്ചു പെറുക്കി ഞാൻ ആ കണക്ക് കണ്ടെത്തി. കേരളത്തിൽ 1% വീടുകളിൽ പോലും ഇലക്ട്രിക് കുക്കിംഗ് പ്രധാന പാചക മാധ്യമമായി ഉപയോഗിക്കുന്നില്ല. വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചെറുപ്പക്കാരും വീട്ടിൽ നിന്ന് മാറി അന്യജില്ലകളിൽ ജോലി ചെയ്യുന്നവരും സ്വന്തം മുറിയിൽ അത്യാവശ്യത്തിന് വെള്ളം ചൂടാക്കാനും ചായ തിളപ്പിക്കാനും മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണ് മലയാളിക്ക് ഇപ്പോഴും ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്.